നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ജീവിതത്തിൽ വരാൻ പോകുന്ന 6 ഭാഗ്യ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ചിലർ വർഷങ്ങളായി കാത്തുനിന്ന അവസരങ്ങൾ, കരഞ്ഞുള്ള പ്രാർത്ഥനകൾ, തളർന്നുപോയ മനസ്സ്, ഇവയ്ക്ക് ഇനിയൊരു അവസാനം. 2026 ഇവരുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കുന്ന വർഷമായിരിക്കും. തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്നവർക്ക് ഒരു സ്പിരിച്വൽ ക്ലാരിറ്റി ലഭിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ നക്ഷത്രം ചതയം. ചതയം നക്ഷത്രക്കാർ സാധാരണയായി പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ശാന്തരും നിശ്ചലരുമായ ആളുകളായി തോന്നും. ആരെയും വേദനിപ്പിക്കാത്തത്, എന്തു സംഭവിച്ചാലും മനസ്സിൽ ഒളിപ്പിച്ചു പോകുന്നതും ഇവരുടെ സ്വഭാവമാണ്. പക്ഷേ ആ ശാന്തതയുടെ പിന്നിൽ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. ഉള്ളിൽ എല്ലാം ഇപ്പോഴും അലച്ചിൽ, ആരുമില്ലാതിരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആശങ്ക, ഭാവിയെക്കുറിച്ചുള്ള തുടർച്ചയായ ഭയം, എൻ്റെ ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്ന ചിന്ത, ഇവയാണ് ചതയക്കാർക്കുള്ള ഉള്ളിലെ യഥാർത്ഥ കഥ. കഴിഞ്ഞ 2023, 2024, 2025 വർഷങ്ങൾ ചതയക്കാർക്ക് വളരെ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. അന്നത്തെ ദിവസങ്ങൾ എന്തു ചെയ്താലും കുഴപ്പങ്ങൾ, കാര്യങ്ങളെല്ലാം വൈകിപ്പോകുന്ന അവസ്ഥ, മനസ്സ് പിടിച്ചു നിൽക്കാത്ത അവസ്ഥ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംശയങ്ങളും ഭയങ്ങളും, തൊഴിൽ മേഖലയിലും വരുമാനത്തിലും ഉറപ്പില്ലായ്മ, വീട്ടിലെ സമ്മർദ്ദങ്ങൾ, മനസ്സ് പറയാതെ വേദന കേട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥ, ഇവയൊക്കെ ചേർന്നാണ് കഴിഞ്ഞ 3 വർഷങ്ങൾ ചതയക്കാർക്ക് ഒരു വലിയ മാനസിക ഭാരമായിരുന്നത്. പക്ഷേ 2026 ഒരു സാധാരണ വർഷമല്ല. ഇത്രനാൾ കാത്തിരിപ്പ് കഴിഞ്ഞ് ജീവിതം ഉയരങ്ങളിലേക്ക് ഉയർന്നു തുടങ്ങുന്ന വർഷം. അതാണ് 2026. ഇത് ചതയക്കാർക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ വർഷമാണ്. പഴയ ഭാരങ്ങളും തടസ്സങ്ങളും നീങ്ങി ശാന്തിയും വ്യക്തതയും ജീവിതത്തിലേക്ക് വരുന്നത് ശ്രദ്ധിക്കാം. 2026 ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും മാറി ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു തുടങ്ങും. പുതിയ തീരുമാനം, പുതിയ ചിന്ത, പുതിയ ആത്മവിശ്വാസം, ഇവയൊക്കെ കൂടി ജീവിതത്തിൽ ഒരു ശുഭ തുടക്കം ഉണ്ടാകും. ഇത്ര നാളായി നിങ്ങൾ കാത്തിരുന്ന ഉറപ്പ് ഇനി ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിൽ, വരുമാനം, ബന്ധങ്ങൾ എല്ലാം പതുക്കെ സ്ഥിരതയിലേക്ക് എത്തും. വീട്ടിൽ ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന ഏതോ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. വീട്ടിലെ അന്തരീക്ഷം മെച്ചപ്പെടും, ബന്ധങ്ങൾ ഊഷ്മളമാകും. നിങ്ങളുടെ കഴിവും പലരും അവഗണിച്ചിരുന്നെങ്കിലും 2026 അത് മാറും. കഴിഞ്ഞ 2-3 വർഷങ്ങളിലുണ്ടായിരുന്ന ധനകാര്യ പ്രശ്നങ്ങൾ മാറ്റം കൊണ്ടുവരും. പണം കുറയാതെ സ്ഥിരമായി കയ്യിലെത്തും. അടുത്ത നക്ഷത്രം അവിട്ടം. അവിട്ടം നക്ഷത്രക്കാരുടെ കഴിഞ്ഞ വർഷങ്ങൾ പ്രയാസങ്ങളും പേടികളും നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. പുറത്തെല്ലാവരും എല്ലാം സുഖമാണ് എന്ന് കരുതിയേക്കാം. പക്ഷേ അവിട്ടക്കാർ മാത്രം അറിയുന്ന അകത്തുള്ള യഥാർത്ഥ ഭാരമാണ് അവർ വഹിച്ചത്. ആ വർഷങ്ങൾ മനസ്സിനെ തളർത്തുന്ന മാനസിക സമ്മർദ്ദം, കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലകളും പിടിച്ചത്, പണം കിട്ടിയാലും എങ്ങനെയോ ഒഴുകിപ്പോകുന്ന അവസ്ഥ, ചെയ്യുന്നതെല്ലാം കുഴഞ്ഞുപോകുന്ന അനുഭവം, അനാവശ്യമായ ആശങ്കയും പേടിയും, രാത്രിയിൽ ഉറക്കം വരെ ഇല്ലാതാക്കുന്ന ചിന്തകൾ, ഈ എല്ലാം ചേർന്നതാണ് അവിട്ടക്കാർ കഴിഞ്ഞ കാലത്ത് ഭാരമുള്ള ഒരു ജീവിതം കഴിഞ്ഞത്. എന്നാൽ 2026 ഒരു സാധാരണ വർഷമല്ല. അവിട്ടക്കാർക്ക് വളരെ കാലം കാത്തുനിന്ന ദൈവാനുഗ്രഹത്തിൻ്റെ വർഷം ഇതാണ്. ദശാസ്ഥാനത്തിൻ്റെ മാറ്റത്തോടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഉണർവ് വരും. പല കാര്യങ്ങളും ശരിയായ വഴിയിലേക്ക് പോവാൻ തുടങ്ങും. 2026 ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ: പണം തടസ്സമില്ലാതെ കയ്യിൽ നിൽക്കുന്ന കാലം. ഇത്രയും നാളായി പണം വന്നാലും എങ്ങനെയോ അതിനൊരു വഴിയുണ്ടായിരിക്കും. ഓരോന്നായി ചെലവുകൾ, ഏറ്റുമുട്ടലുകളും. 2026 ഈ അവസ്ഥ മാറും. വരുമാന സ്ഥിരത നേടും, ചെലവ് കുറയും, കൈവശം പണത്തിൻ്റെ നിലനിൽപ്പ് വരും, മനസ്സിന് വലിയൊരു ആശ്വാസവും ലഭിക്കും. പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തം. അവിട്ടക്കാർ ഒരിക്കലും പരാജയത്തെ പേടിക്കാത്തവരാണ്. എപ്പോഴും പരിശ്രമം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ. 2026 പുതിയ ജോലി, സ്ഥാനക്കയറ്റം, അതോ പുതിയ ഒരു ചുമതല, എന്തെങ്കിലും വലിയ മാറ്റം ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ മാറ്റം അവിട്ടക്കാർക്ക് ആത്മവിശ്വാസം നൽകും. വളരെ കാലമായി തീരാതെ കിടന്ന കാര്യങ്ങൾ, വീട്ടുവിഷയം, പണമാറ്റം, കോടതി കാര്യങ്ങൾ, കുടുംബത്തിലെ തെറ്റിദ്ധാരണകൾ, ഇവയ്ക്ക് 2026 വ്യക്തത വരും. ഒന്നൊന്നായി കാര്യങ്ങൾ മുന്നോട്ടു പോകും.
കഴിഞ്ഞ കുറേ വർഷമായി വീട്ടിൽ ചെറിയ തർക്കങ്ങളും സമ്മർദ്ദവും ഉണ്ടായിരുന്നുവെങ്കിൽ 2026 അത് കുറയാൻ തുടങ്ങും. അടുത്തത് രോഹിണി നക്ഷത്രം. രോഹിണിക്കാർ സ്വഭാവത്തിൽ അതിയായ മനസ്സോടും തീവ്രമായ സ്നേഹത്തോടും ജീവിക്കുന്നവരാണ്. അവർ ഏറെ നാളായി കാത്തിരുന്നത് എപ്പോൾ എൻ്റെ ഭാഗ്യം തെളിയും എന്നുള്ളതിന് ഉത്തരം തന്നെയാണ്. 2026 ലഭിക്കുന്ന പ്രധാന അനുഗ്രഹങ്ങൾ: ധനകാര്യത്തിൽ ഉറച്ച പുരോഗതി, വീട്, ഭൂമി, കുടുംബ ബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ, ജോലി, ബിസിനസ് മേഖലയിൽ ഉയർച്ച, വീട്ടിൽ സന്തോഷവും സൗഹൃദവും മാന്യതയും അംഗീകാരവും വർദ്ധിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ദൈവിക ശക്തി പ്രത്യേകമായി അനുഗ്രഹിക്കും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ബന്ധത്തിലായാലും ജോലിയിലായാലും തീരുമാനമായാലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന വർഷമാണിത്. ഇതുവരെ ഉണ്ടായ മനസ്സിൽ വേദനകൾ തെളിഞ്ഞ മഴവെള്ളം പോലെ മാറി മാറി മനസ്സിൽ സമാധാനം നിറയുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് 2026. അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർ സ്വഭാവത്തിൽ ആകർഷകമായ ശക്തിയുള്ളവർ, കലാത്മാക്കളുമാണ്. പക്ഷേ ഉള്ളിലൊരു പറയാനാകാത്ത അശാന്തിയും തെറ്റിപ്പോകുമോ എന്ന ഭയവും അവർ പതുക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2025 വരെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുടുംബ സംഘർഷങ്ങൾ, പണവുമായി ബന്ധപ്പെട്ട താമസം, മനസ്സിൻ്റെ ക്ഷീണം, തളർന്നു പോകുന്ന എനർജി, ബന്ധങ്ങളിൽ ആശയക്കുഴപ്പം എല്ലാം കൂടിച്ചേർന്നതായിരുന്നു. എന്നാൽ 2026 ഈ നക്ഷത്രക്കാർക്ക് ഒരു പുതിയ ശ്വാസം, ഒരു കർമ്മശുദ്ധിയുടെ വർഷം. 2026 ലഭിക്കുന്ന പ്രധാന അനുഗ്രഹങ്ങൾ: നാളുകളായി നിന്നുപോയ കാര്യങ്ങൾ പൂർത്തിയാകും. ജോലിയിലെ മാറ്റം അല്ലെങ്കിൽ ഉയർച്ച. പ്രണയബന്ധം ഒടുവിൽ ശരിയായ ദിശയിൽ പോകും. മനസ്സിന് ശാന്തിയും തിരിച്ചറിവും. ആത്മീയ ബലവികസനം. പൂരം നക്ഷത്രക്കാർക്ക് 2026 ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനം മനസ്സിലെ സമാധാനമാണ്. ഇത്രയും നാളായി കാത്തിരുന്ന മെൻ്റൽ ബാലൻസ്, ഇതെല്ലാം തിരിച്ചെത്തുന്ന വർഷം. ഒരിക്കൽ നഷ്ടപ്പെട്ടതാണ് വലിയ ശക്തിയായി 2026 മടങ്ങി വരുന്നത്. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മനസ്സിലൊരു ഇരട്ടധാര ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ മറ്റൊന്നിലേക്കും മനസ്സ് ചാഞ്ഞു പോകും. മനസ്സിനെ പിടിച്ചു നിർത്താൻ പ്രയാസം, ചിന്തകൾ മാറി മാറി വരും, ധനകാര്യത്തിൽ സ്ഥിരത കുറവ്, ബന്ധങ്ങളിൽ ആശയക്കുഴപ്പം, അങ്ങനെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ. പക്ഷേ 2026 ഈ നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം ഏറ്റവും ശക്തമായി എത്തുന്ന വർഷമാണ്. 2026 ലഭിക്കുന്ന പ്രധാന അനുഗ്രഹങ്ങൾ: പഠനത്തിലും ജോലിയിലും വലിയ നേട്ടം, പണം വരവ് സ്ഥിരമായി ആരംഭിക്കും, വിദേശ യാത്രയോ ദൂരയാത്രയോ ചെയ്യാനുള്ള അവസരം, വിവാഹം, കുടുംബം എന്നിവയിൽ സന്തോഷകരമായ മാറ്റങ്ങൾ, എല്ലാം ഇപ്പോഴും കാണുന്ന ഒരു ശക്തമായ ദൈവിക സംരക്ഷണം. 2026 പുണർദം നക്ഷത്രക്കാർക്ക് ഒരു നേട്ടങ്ങളുടെ വർഷം. നാളുകളായി നിങ്ങൾ ചെയ്തതും നല്ലതും, നിങ്ങൾ സഹിച്ച വേദനയും നിങ്ങൾ പ്രകടിപ്പിച്ച കരുണയും, ഇതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്ന വർഷമാണ് 2026. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇനി കിട്ടുന്നത് പരിശുദ്ധമായ അനുഗ്രഹങ്ങളും ഉയർച്ചയുമായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ യഥാർത്ഥ ശക്തി അവരുടെ അന്തരത്തിലുള്ള ദൈവിക പ്രകാശമാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിതം പലതരം പ്രതിസന്ധികൾ കൊണ്ടുവന്നിരുന്നു. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കാതെ പോകുന്ന ഒരു അദൃശ്യ തടസ്സം പോലെ. ഈ എല്ലാം അവസാനിക്കുന്ന വർഷമാണ് 2026. ഇത് തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള ഒരു പൂർണ്ണമായ പുതുതുടക്കം. 2026 ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ: 1. വലിയ സാമ്പത്തിക നേട്ടം, നേരം മടങ്ങി നന്മയാകും. 2. വ്യവസായ ഭാഗ്യം, പുതിയ വഴികൾ തുറന്നു വരും. 3. ഉയർന്ന ജ്ഞാനം, മനസ്സിന് വ്യക്തതയും ദൈവിക ബോധവും. 4. ആത്മീയ ഉയർച്ച, ഉള്ളിലെ ശക്തി വളർന്ന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 5. ശാന്തിയും ഉറച്ച മനസ്സും, പഴയ തോൽവികൾക്ക് അവസാനവും പുതിയ ധൈര്യത്തിന് തുടക്കവും. 2026 തൃക്കേട്ട നക്ഷത്രക്കാർ സ്വയം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ടാകും: ഇനി ഞാൻ പഴയ മനുഷ്യനല്ല. ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ളത് വളർച്ചയുടെ വർഷം, പുതുകാലത്തിൻ്റെ വർഷം, വിസ്മയങ്ങൾ നിറഞ്ഞ വർഷം.
ഈ 6 നക്ഷത്രക്കാരുടെ 2026 സാധാരണ വർഷമല്ല. വർഷങ്ങളായി ജീവിതത്തെ പിടിച്ചിരുത്തിയിരുന്ന പഴയ കർമ്മ തടസ്സങ്ങൾ എല്ലാം മാറി പുതിയ ഭാഗ്യം തുറന്നു വരാനുള്ള ദൈവിക വാതിൽ തുറക്കുന്ന കാലമാണിത്. അവിട്ടം, ചതയം, രോഹിണി, പൂരം, പുണർദം, തൃക്കേട്ട ഇവയിൽ ഏതെങ്കിലും നക്ഷത്രത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ എങ്കിൽ ഒരു കാര്യം മനസ്സിൽ ഉറപ്പാക്കണം. ദൈവം നിങ്ങളെ ഇതുവരെ താങ്ങി നിർത്തിയതാണ്. ഇനി നിങ്ങളെ ഉയർത്തി നിർത്താനുള്ള വലിയ അനുഗ്രഹ കാലമാണ് 2026. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച തടസ്സങ്ങൾ, വേദനകളും ആശങ്കകളും എല്ലാം ഈ വർഷത്തിൽ നിസ്സാരമായി മാറിത്തുടങ്ങും. നിങ്ങളുടെ യഥാർത്ഥ സമയം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഈ അനുഗ്രഹമുള്ള പുതുവർഷം തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നക്ഷത്ര വോയിസ് കേട്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.